അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ന്യൂ സോങ് നമ്മൾ കേട്ടു. ഇനി അടുത്ത പെർഫോമൻസിലേക്ക് പോകാം. അതിനുവേണ്ടി ലെറ്റ്സ് വെൽക്കം നർമ്മദ. ഹായ് നർമ്മദക്കുട്ടി. നർമ്മദക്കുട്ടി, ഇത് ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ്. നർമ്മദയുടെ കീഴിലും പെർഫോമൻസുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ സ്റ്റേജുകളൊക്കെ അങ്ങനെ അത്ര മനോഹരമായിരുന്നു. നർമ്മദയുടെ പാട്ടുകൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് 14 രാവിലൂടെ അല്ലെ. അപ്പം ഇന്ന് ഏത് റൗണ്ടാ? അപ്പൊ ഒരു തമിഴ് മാപ്പിളപ്പാട്ടുമായിട്ടാണല്ലേ വരുന്നേ. ഏതാണ് പാട്ട്? അരുൾ മഴ പൊഴിവായി. ഓക്കെ, പ്രിപ്പയർഡ് ആണല്ലോ. നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്.
നാഗൂർ അനീഫിക്ക അദ്ദേഹത്തിന്റെ റൗണ്ട് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം മോളുടെ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ തമിഴ് മാപ്പിളപ്പാട്ടാണ്. മോളുടെ ഒരു ഡിഫറെന്റ് ടോൺ എന്ന് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കമന്റ്സ് അറിയാം അല്ലെ. ആദ്യമായിട്ട് നമുക്ക് ശ്രീയേട്ടൻ ചോദിക്കാം. നർമ്മദാ നദി പോലെ നല്ല നീളമുള്ളൊരു പാട്ട്. അതെ, ഇവിടുന്ന് മദ്രാസ് വരെ നീളമുണ്ട്. ഗംഭീരമായിട്ട് പാടിയിട്ടു. അതായത് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തോടൊരു വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. ഈ ഗായകനോടും ഇതിന്റെ ശരിക്കും ഒറിജിനൽ ഇതിന്റെ ക്രിയേറ്ററോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഞാൻ കുറച്ചിപ്പം ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. പക്ഷെ നിങ്ങളെ ഈ മാപ്പിളപ്പാട്ടിലത് ഒരുപക്ഷെ ഞാൻ ആ ഏരിയയിലോട്ട് കയറാത്തോണ്ടായിരിക്കും. കാരണം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. കാരണം ഇതൊക്കെ നേരത്തെ കേൾക്കേണ്ടതായിരുന്നു. കാരണം മനോഹരമായിട്ടുള്ള കമ്പോസിഷൻ, അത് എന്തൊരു രസമായിട്ടാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും മേളിലുള്ളൊരു പോർഷനിൽ ആ രാഗഭാവം, ഈ കൂടുതലും അദ്ദേഹം ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു രാഗം ബേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രാഗം വിട്ടുപോകുന്നുണ്ട്. ആ ടോപ്പിൽ പാടുന്ന തനിനാന, ആ ടോപ്പിലുള്ള പോർഷൻ ഒന്ന് പാടി ജസ്റ്റ്. കറക്റ്റ്. അപ്പൊ ബാക്കി എല്ലാ രാഗഭാവങ്ങളും വന്നിട്ട് അവിടെ മാത്രം ഒരു നോട്ട് മാറുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ജെർക്ക് വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മോള് കറക്റ്റായിട്ട് പാടുന്നുണ്ട്. എങ്ങനോ വന്ന് ചാടി അതിനകത്തോട്ട് വീഴുന്നുണ്ട്. ബാക്കി പാട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പാടി. കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട് അവിടെ പാടുമ്പോൾ, വെളി വരുമ്പോൾ പോകുമ്പോൾ കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട്. എന്നാലും എനിക്ക് ഈ പാട്ടിന്റെ ഒരു ബ്യൂട്ടിയിൽ ഇതെല്ലാം മറന്നു പോണു. യു ഡിഡ് ഇറ്റ് വെരി വെൽ, വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശ്രീയേട്ടാ. ഷാൻ സർ. നർമ്മദ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ഒരു നൂലിന്റെ മുകളിലൂടെ ഉള്ള ഒരു കളിയാണ്. പക്ഷെ അത് നർമ്മദ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം വെരി ഗുഡ്. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷെ. നാഗൂറിന്റെ ഒരുപാട് പാട്ടുകളുടെ ഇടയിൽ ഇപ്പൊ എല്ലാവരും എടുത്തു പാടുന്ന പാട്ടൊന്നും അല്ലത്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ കാര്യം, ഈ പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് സൈഡിൽ ഇത്തരം പാട്ടുകളൊക്കെ പിന്നിൽ ഇളയരാജ സാറാണ്. ഇളയരാജ സാറാണ് മ്യൂസിക്കും ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തത്. അത് വളരെ മുമ്പാണ്, ഇപ്പോൾ ഒരു 19 വർഷം പുറകോട്ട് അങ്ങനെ. കാരണം ഇദ്ദേഹം 100 വയസ്സ് വരെ ജീവിച്ച ആളാണല്ലോ. ഒരുപാട് ആളുകളുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ച ആളായിരുന്നു. രായസാറുമായിട്ടുള്ള ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ടൊക്കെ ഇങ്ങനെ ഇപ്പോഴും നമുക്ക് ഒരു വളരെ ലൈവായിട്ട് നിൽക്കുന്നുള്ളതാണ്. ഏതായാലും നർമ്മദ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇതിനു വേണ്ടി ഒരു പാട്ട് പഠിച്ചുള്ളല്ലേ. ഇപ്പൊ ഈ പ്രോഗ്രാമിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ പഠിക്കണം. ഈ ഒരു മത്സരം എന്നതിനപ്പുറം അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാട്ടോ. ഓക്കെ മോളെ. താങ്ക് യു ഫൈസൽ മാഷ്. നർമ്മദ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. മാഷ് പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരുപാട് പേര് പാടി കേട്ടിട്ടില്ല. പക്ഷെ ഈ പാട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഭയങ്കര. കാരണം ബേസും ഹൈയും എല്ലാം ഇതിലുണ്ട്. പിന്നെ അതിന്റെ ഒരു മോള് കൊടുക്കുന്ന മോക്കുണ്ട്, ആ സംഗതിയിലൊക്കെ ഒരു ഫീൽ ഉണ്ട് മോളുടെ. അതെപ്പോഴും നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് വേറെ പാട്ടില്. അപ്പൊ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ എന്താ പറയാ ഉൾക്കൊണ്ട് തന്നെ മോള് ഈ പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ടോണും ആ ഒരു എന്താ പറയാ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയില്ല. ഞാൻ മെയിൽ പാടിയ പാട്ടാണ്. ആ ഒരു വോയിസിന്റെ ഞാൻ നേരത്തെയും പറഞ്ഞു. അതൊക്കെ ഉൾക്കൊണ്ട് തന്നെ മോള് പ്രാക്ടീസ് ചെയ്ത് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി മാർക്ക് തരാം. താങ്ക് യു രണത്ത. അപ്പം ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലെ, ഒരു തമിഴ് മാപ്പിള പാട്ട് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും പഠിക്കുക, സ്റ്റേജിലൊക്കെ പാടുക. എന്തായാലും നമ്മുടെ ഈ ഒരു ക്വാർട്ടർ സ്റ്റേജില് ഈ ഒരു റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എത്ര മാർക്സ് ലഭിക്കും നോക്കാം ഈ ഒരു പെർഫോമൻസിന്. ഷാൻ സർ. 27 on 30. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷ്. 27 again. താങ്ക് യു ഫൈസൽ മാഷ്. രണത്ത. എനിക്ക് 27. 27. താങ്ക് യു ജഡ്ജസ്. നല്ല മാർക്സ് തന്നെയാണ്. ഇനി ഔട്ട് ഓഫ് 10 എത്ര ഉണ്ട് നോക്കാം. ശ്രീയേട്ടാ. 8.5. നർമ്മദ കുട്ടി, കൺഗ്രാറ്റുലേഷൻസ്. 89.5 ഔട്ട് ഓഫ് 100 ആണ് ഈ ഒരു പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത്. അപ്പം നല്ല തുടക്കം തന്നെയാണ് അല്ലെ. ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലെ നല്ല ഒരു പെർഫോമൻസ്, നല്ല മാർക്സ് ലഭിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.